ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ രാത്രിവേളയിൽ നിങ്ങളുടെ മധ്യത്തിലാകുവാൻ അവസരമൊരുക്കിയ ദൈവത്തിന് ഞാൻ ഒന്നാമതായിട്ട് സ്തോത്രം കരയേറ്റുന്നു. ഈ യോഗത്തിന് എന്നെ വിളിക്കുവാൻ മനസ്സ് കാണിച്ച ഈ സഭയിലുള്ള എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ശുശ്രൂഷകളൊക്കെ നയിക്കുന്ന സഹനമച്ചൻ, ഇവിടുത്തെ CYF-ൻ്റെ നേതാക്കന്മാർ, ചർച്ചിലെ കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ നേതൃത്വ നിരയോടുമുള്ള എൻ്റെ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അത്ര പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം എൻ്റെ സാക്ഷ്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാനൊരു അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വരികയാണെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കർത്താവിനെ അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും സാക്ഷ്യം പറയാൻ വിളിക്കുമ്പോൾ എനിക്ക് പ്രയാസമാണ്. കാരണം ഒരു വരിയിൽ എൻ്റെ സാക്ഷ്യം തീർന്നു. സാധാരണ വലിയ കഥയൊക്കെയാണ്. ക്യാൻസർ വന്നു, കടഭാരം വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിലേക്ക് കടന്നു വന്നപ്പോൾ ഭൗതികമായിട്ടും ലൗകികമായിട്ടും എനിക്ക് ഒരാവശ്യവും ഇല്ലായിരുന്നു. അങ്ങനെ കടഭാരമില്ല. ഞാൻ നല്ല വീട്ടിലാണ് ജനിച്ച് വളർന്നത്. എൻ്റെ അച്ഛൻ ഇവിടെ സെക്രട്ടേറിയറ്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങൾക്കൊരു കടഭാരവും ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ ആരും രോഗാവസ്ഥയിലുമല്ല. അപ്പോൾ ഞാൻ പിന്നെ എങ്ങനെ കർത്താവിലേക്ക് കടന്നു വന്നെന്ന് ചോദിച്ചാൽ, ഞാൻ ബൈബിൾ വായിച്ചാണ് കർത്താവിലേക്ക് കടന്നു വന്നത്. ആ ബൈബിൾ എങ്ങനെ എൻ്റെ വീട്ടിൽ കടന്നു വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത് മാറിവാനസ് കോളേജിനടുത്തായിരുന്നു. അപ്പോൾ രാവിലെ അച്ഛൻ സവാരിക്ക് പോയി, മോർണിംഗ് വാക്കിന് പോയി. അവിടെ വെച്ച് ഒരു അങ്കിൾ പരിചയപ്പെട്ടിട്ട് ആ അങ്കിൾ ഒരു ദിവസം ഒരു ചെറിയൊരു പെട്ടി ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുത്തു. അച്ഛൻ വന്ന് അത് എനിക്ക് തന്നു. ഞാൻ വിചാരിച്ച് ലഡ്ഡു ആയിരിക്കുമെന്ന്. അതുപോലൊരു ചെറിയ ബോക്സ്, ഒരു സ്വീറ്റ് ബോക്സിൻ്റെയൊക്കെ കവറിങ് പോലെ. തുറന്നു നോക്കിയപ്പോൾ ബൈബിൾ. ഞാനതെടുത്ത് ദൂരെ എറിഞ്ഞു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ പാരമ്പര്യത്തിൽ ഒരുപാട് പ്രശംസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ തറവാട്ടിൻ്റെ മഹിമ. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഓണാട്ടുകരക്കാരാണ്. അതായത് ആലപ്പുഴയുടെ തെക്കൻ ഭാഗം, കൊല്ലത്തിൻ്റെ ആദ്യ ഭാഗമൊക്കെ, വടക്കേ ഭാഗം ഒക്കെ ചേർന്ന് ഓണാട്ടുകര എന്ന് പറയും. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആലപ്പുഴയിലെ ഒരു പ്രദേശത്തിന് പറയുന്നതാണ് കായംകുളം, ഹരിപ്പാട്, ഇന്ന് ഈ പ്രദേശങ്ങൾ. അപ്പം അവിടുത്തെ ഒരു വലിയ തറവാട്ടുകാരാണ് നമ്മൾ. അപ്പോൾ അതിലൊക്കെ വളരെ പ്രശംസിച്ചിരുന്നവരാണ്. അപ്പം ബൈബിൾ, ഇതാർക്ക് വേണം? ഒരു ഐശ്വര്യമില്ല എന്നാണ് ഞാൻ അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, മറ്റുള്ളവർ അവർ പോട്ടെ, ഞാൻ അവർക്കൊന്നും എതിരല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ ബൈബിൾ എടുത്ത് വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞ് 1.5 വർഷത്തിന് ശേഷം ഞാൻ കോളേജിൽ 1-ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഞങ്ങൾ ആ പറഞ്ഞ വീട്ടിലല്ല, ഞങ്ങൾ പട്ടത്ത് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ബൈബിൾ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ റൂമിൽ വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പല ചോദ്യങ്ങളും ചോദിക്കുകയാണ്. എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എഞ്ചിനീയർ ആകാനാണോ? കാരണം കോളേജിൽ പോകുമ്പോൾ ഇഞ്ചി നീര് പോലെ അവർ പിഴിയും. ഇത് തന്നെ വേണോ? ഞാൻ 12-ാം ക്ലാസ്സിൽ അറിയാതെ മാത്തമാറ്റിക്സ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർക്കൊക്കെ അറിയാം, 12-ാം ക്ലാസ്സിൽ മാത്സ് സ്ട്രോങ് ആയ എൻജിനീയർ, ബയോളജി സ്ട്രോങ് ആയാൽ ഡോക്ടർ. ഒന്നും പഠിക്കാതിരുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, ഒരുപാട് ഇത് രണ്ടുമേ ഉള്ളൂ. ഇത് അറിഞ്ഞൂടായിരുന്നു, പറഞ്ഞു തന്നില്ല ആരും. മോനെ മാത്സ് പഠിച്ചാൽ ഇത് പഠിക്കണം. അപ്പോൾ മാത്സ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് 12-ാം ക്ലാസ്സിലെ മാത്സ്, 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. 11, 12 മാത്സ് ഞാൻ വളരെ സ്ട്രോങ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ടീച്ചറുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവിതം അത്ര എനിക്കങ്ങനെ പിടിച്ചില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്താണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഇങ്ങനത്തെ ചില തത്വചിന്തപരമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയൊക്കെ ഞാനിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 17 വയസ്സുകാരന് ഇതിനൊന്നും ഉത്തരം പറയാനുള്ള പക്വതയില്ല, അതുകൊണ്ട് ഉത്തരവില്ല. അങ്ങനെ ഒരു ദിവസം കോളേജിലൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് രാത്രി ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് റൂമിൻ്റെ കോർണറിൽ ഈ ബുക്ക് ഇരിക്കുന്നത് കാണുന്നത്. പണ്ട് വലിച്ചെറിഞ്ഞ പുസ്തകം. അപ്പോൾ എന്തുകൊണ്ടോ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് ഞാൻ ആ പുസ്തകം എടുത്ത് വായിക്കാം എന്ന് തീരുമാനിച്ചു. അത് ഇന്ന് വരെ എനിക്ക് എന്തിനാണ് ഈ പുസ്തകം എടുക്കാൻ പോകുന്നത് എനിക്കത് മനസ്സിലായിട്ടില്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെ ഞാൻ പുസ്തകം എടുത്തു. ഒരു ചെറിയ കിങ് ജെയിംസ് വേർഷൻ ബൈബിളാണ്.
UK ട്രിനിറ്റേറിയൻ ബൈബിൾ സൊസൈറ്റി പ്രിൻ്റ് ചെയ്യുന്ന റൂബി ബൈബിൾ എന്ന് പറയും. ചെറിയ ബൈബിളാണ്. ഒരു വിധത്തിലുമുള്ള സഹായമായ ഒന്നും, നോട്ട്സ്, പാരഗ്രാഫ് ഹെഡിങ് ഒന്നുമില്ല, വെറും പേജ് ഹെഡിങ് ഉണ്ട്. അപ്പോൾ എനിക്ക് ബൈബിളിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ബൈബിളിൽ 2 നിയമമുണ്ടെന്നോ 4 സുവിശേഷമുണ്ടെന്നോ ഒന്നും ബൈബിൾ തുറന്നു നോക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ബൈബിൾ തുറന്ന് 1-ാമത്തെ പേജ് തൊട്ട് അങ്ങ് വായിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1-ാമത്തെ പേജ് പ്രത്യേകിച്ച് കിങ് ജെയിംസ് ബൈബിൾ അല്ല. കിങ് ജെയിംസിനോട് ഇത് തർജിമ ചെയ്ത ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു ലെറ്ററാണ് അല്ലേ, അവരുടെ ഒരു സമർപ്പണം. അപ്പം ഞാനിത് വായിച്ച് പകുതിയായപ്പം എന്തോ ഒരു ആംഗലേയ ചരിത്രത്തിൻ്റെ എന്തോ ഒരു ബോറ് പരിപാടി എന്നും പറഞ്ഞ് വീണ്ടും ബൈബിൾ വലിച്ചെറിഞ്ഞു. സം ബോറിങ് ആംഗ്ലിക്കൻ ഹിസ്റ്ററി. നമുക്കിത് വായിച്ചിട്ട് എന്തെടുക്കാനാണ്? കിങ് ജെയിംസിനെ കുറിച്ച് വാദോരാതെ പൊഴുത്തുമൊക്കെ ചെയ്യുന്നത് ഏതോ രാജാവ് ഞാൻ വലിച്ചെറിഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ദിവസങ്ങളിൽ, ഇത് 21 വർഷം മുമ്പ് നടന്ന കഥയാണ് ഈ പറയുന്നത്. ആ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ വരുമ്പോൾ ഇതെടുത്ത് ഇങ്ങനെ മറിക്കാൻ വല്ലാത്തൊരു അഭിനിവേശം. അപ്പോൾ ഒന്നും അറിഞ്ഞൂടാ, മറിച്ച് ഒരു പേജിലെത്തിയപ്പം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ല അതിൽ, ബ്ലാങ്ക്. ഏതാ പേജ്? ഈ 2 നിയമങ്ങൾക്കും ഇടയിലുള്ള പേജ്. അതെനിക്കിഷ്ടപ്പെട്ടു. ഒന്നുമില്ല ആ പേജിൽ. അത് കഴിഞ്ഞപ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ് പുതിയ നിയമം. അപ്പോൾ മറിച്ചു. അപ്പോൾ യേശു ഉണ്ട്. ഓക്കെ, ഞാൻ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിച്ചാണ്. അപ്പം ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള പേരൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മളിങ്ങനെ അതും വായിക്കുന്നില്ല, മറിച്ച് വിടുകയാണ്. അങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ ഈ മേളിലത്തെ ഹെഡിങ്ങിൽ എഴുതിയിട്ടുണ്ട്, ജീസസ് ബിട്രേഡ് ബൈ ജൂഡസ്. അല്ലേ, യൂദ കർത്താവിനെ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ വഞ്ചിച്ചു. അപ്പം അവിടെ മുതൽ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് കർത്താവിൻ്റെ മരണ, പുനരുത്ഥാന, ഉയർത്തെഴുന്നേൽപ്പ് എല്ലാം വായിച്ചു. സ്വർഗാരോഹണം ഒക്കെ വായിച്ചു. അത് കഴിഞ്ഞപ്പോൾ മർക്കോസ്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടി ഇത് റിപ്പീറ്റാണെന്ന്. വിചാരിച്ച അടുത്ത പുസ്തകം പുതിയ കഥയാണ്. മറിച്ച് നോക്കി വീണ്ടും ജീസസ് ബിട്രേഡ് ബൈ ജൂഡസ്. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും പാഷൻ നാരറ്റീവ്സ്, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ. എല്ലാ സുവിശേഷത്തിൻ്റെയും അവസാന ഭാഗം കർത്താവിനെ തള്ളിപ്പറഞ്ഞത് മുതൽ അല്ലെങ്കിൽ യൂദ വഞ്ചിച്ചത് മുതലുള്ള ഈ പാഷൻ നാരറ്റീവ്, ഈ 4 സുവിശേഷത്തിലെയും ഒരാഴ്ച കൊണ്ട് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യമുണ്ടായി. ഞാൻ ഈ പുസ്തകം വായിക്കുന്നെങ്കിലും ഞാനൊരു വ്യക്തിയുമായിട്ട് കണ്ടുമുട്ടുകയാണ്. വെറുതെ ഒരു പുസ്തകം വായിച്ച് കുറേ അറിവ് സമ്പാദിക്കുകയല്ല, ഞാൻ ഏതോ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു. അതെനിക്കുള്ളിൽ മനസ്സിലായി. അന്ന് ചോദിച്ചിട്ട് ഇതുപോലെ പറയാനൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ ഉള്ളിൽ ഞാൻ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടു. മാത്രവുമല്ല, ആ വ്യക്തി യേശു ക്രിസ്തു ആണെന്ന് മനസ്സിലായി. മാത്രവുമല്ല, എന്നെ ഏറ്റവും കൂടുതൽ പലരും ചോദിക്കും, ബൈബിൾ വായിച്ച് രക്ഷിക്കപ്പെട്ടു, ഏത് വാക്യം? അങ്ങനൊരു വാക്യവും പറയാനില്ല, ഒരു വാക്യമല്ല. ബൈബിൾ വായിച്ചപ്പോൾ ദൈവം എൻ്റെ ഉള്ളത്തിൽ എന്നെ സ്പർശിച്ച ഒരു യാഥാർത്ഥ്യം. എന്താണ് ആ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ ഞാൻ ഇംഗ്ലീഷിൽ പറയും, ദ വർത്തിനെസ് ഓഫ് ജീസസ് ഇൻ വർഷിപ്പ്. ആരാധനയ്ക്ക് യോഗ്യനായ വ്യക്തി വേറെ ആരുമില്ല. ആ വ്യക്തിയുടെ മഹത്വമേറിയ, ഘനമേറിയ പ്രഭാവം. അല്ലേ, നമ്മളൊരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതേതോ വലിയ കൂടിയ ആളാണ് എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ ഘനമേറിയ മഹത്വം ഞാൻ വചനത്തിലൂടെ ഉള്ളിലെ മനുഷ്യൻ കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി, ആരാധനയ്ക്ക് യോഗ്യനായ ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തുവാണ്. അപ്പോൾ എനിക്ക് 2ാമത്തെ തിരിച്ചറിവുണ്ടായി. ഈ 17 വയസ്സ് വരെയും ഞാൻ ഈ വ്യക്തിയെ ആരാധിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ആരാധിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ പാപം മനസ്സിലായി. ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ട പാപം വേറെ ഒന്നുമല്ല, കർത്താവേ, അന്ന് കർത്താവൊന്നും പറയാൻ അറിഞ്ഞൂടാ, മലയാളം ബൈബിൾ വായിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത്, ദൈവമേ, യേശുവേ, നീ ഇത്ര യോഗ്യനായിട്ട് ഞാൻ ഇന്നേ വരെ നിന്നെ ഒരിക്കൽ പോലും ആരാധിച്ചിട്ടില്ല, എനിക്ക് ഭക്തിയില്ല. അങ്ങനെ ഭക്തിയില്ലാത്തത് കൊണ്ട് ഈ 17 വർഷവും ഞാൻ ചെയ്ത സൽപ്രവർത്തികൾ ചപ്പും ചവറുമാണെന്ന് എനിക്ക് മനസ്സിലായി.
അതാണ് എൻ്റെ മാനസാന്തരം. ഞാൻ മാനസാന്തരപ്പെട്ട അതാണ്. കർത്താവേ, നിന്നെ ഞാൻ ഒരിക്കൽ പോലും ഇത്ര മഹത്വമേറിയ നിന്നെ ഞാൻ ആരാധിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രവൃത്തികളും ചപ്പും ചവറുമാണ്. ഭക്തിയില്ലാത്ത ഏത് പ്രവൃത്തിയാണ് സൽപ്രവൃത്തിയാകുന്നത്? ഇത്രത്തോളം 17 വയസ്സുകാരൻ അറിയാമായിരുന്നു. പിന്നെ ഞാൻ സിനിമയെ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികൾ മുട്ടുകുത്തുവെന്ന്. അതുകൊണ്ട് ഞാൻ മുട്ടുകുത്തി. പ്രാർത്ഥനയൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആരും പഠിപ്പിക്കാനില്ല. അതുകൊണ്ട് മുട്ടുകുത്തി കർത്താവിനോട് ഇത് പറഞ്ഞു: എനിക്ക് നിന്നെ ആരാധിക്കണം, എനിക്ക് നിന്നെ ഇനിയും ആഴമായിട്ട് അറിയണം, ഞാൻ നിന്നെ പിൻഗമിക്കാൻ തയ്യാറാണ്. ഇതാണ് എൻ്റെ രക്ഷയുടെ അനുഭവം. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനൊരു വിശ്വാസിയെ കണ്ടുമുട്ടുന്നത്. ഞാൻ കോളേജിൽ പോയി തോമാസിനോടും ചെറിയാനോടും മാത്തായിയോടും ഒക്കെ സംസാരിച്ചു. അപ്പോൾ കൂടുതലും അവർ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരുന്നു എൻ്റെ കോളേജിൽ. അവർ പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾ വേണമെങ്കിൽ കോൺസ്റ്റന്റീൻ രാജാവിനെ കുറിച്ച് പറഞ്ഞു തരാം. അപ്പം ഞാൻ ഇങ്ങനെ ഓർക്കുന്നു, ഈ മറിച്ച് പോയതിനായിട്ട് 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, അതിലേതെങ്കിലും രാജാവായിരിക്കും ഈ കോൺസ്റ്റന്റീൻ രാജാവ് എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പറഞ്ഞു, അത് ഈ മുമ്പുള്ള പുസ്തകത്തിലല്ലേ, ഞാൻ ഈ യേശുവിൻ്റെ കാര്യം അതൊന്നും നമുക്ക് അറിഞ്ഞൂടേ, നീ എന്തോ പള്ളിയിൽ അച്ഛനാവാൻ പോകുന്നോ, നീ എഞ്ചിനീയറിംഗ് കോളേജ് വന്നിട്ട് പള്ളിയിൽ അച്ഛനാവാനോ എന്നും പറഞ്ഞവർ. അതുകൊണ്ട് പിന്നെ ഈ പരിപാടി ഞാൻ അങ്ങ് നിർത്തി. ഞാൻ ഇതുവഴിയൊക്കെ സൈക്കിളിൽ ഓടിച്ചു പോയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സഭ ആരെങ്കിലും. പക്ഷെ 3 വർഷം കർത്താവ് അത് അനുവദിച്ചില്ല. 3 വർഷം ഞാനും എൻ്റെ ദൈവവും വചനവും, അതായിരുന്നു എൻ്റെ ഹണിമൂൺ, മധുവിധു കാലം. 3 വർഷം ഞാനും കർത്താവും വചനവും മാത്രം. വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 3-4 പ്രാവശ്യം ഞാൻ വായിച്ചു. എല്ലാം മനസ്സിലായൊന്നുമില്ല, വായിച്ചു. പുതിയ നിയമം അതിൻ്റെ ഇരട്ടി കൂട്ടിക്കോ, നിരവധി തവണ വായിച്ചു. ഈ 3 വർഷം ഒരു വിശ്വാസിയെ പോലും കണ്ടിട്ടില്ല, ഒരു സഭക്കാർക്കും അറിഞ്ഞൂടെ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന്. ഞാനും ദൈവവും മാത്രം. 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കോളേജിൽ തന്നെ എൻ്റെ ഒരു സീനിയർ, ഒരു സഹോദരി, തിരുവല്ലക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് പിന്നെ എന്നെ യൗവനക്കാരുടെ ഒരു കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ ചെന്നപ്പം പ്രാർത്ഥന നടക്കുന്നു, പാട്ട് നടക്കുന്നു. അപ്പോൾ അന്ന് അവിടുത്തെ പ്രസംഗം, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വചനം ധ്യാനിക്കണം, ക്വയറ്റ് ടൈം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായി ക്വയറ്റ് ടൈം? അത് രാവിലെ എഴുന്നേറ്റ് ഈ വചനം ധ്യാനിക്കുന്നതിൻ്റെ പേരാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ കഴിഞ്ഞ 3 വർഷം രാവിലെ ചെയ്തതിന് ഒരു പേരുണ്ട്, അതിൻ്റെ പേരാണ് ഈ ക്വയറ്റ് ടൈം, ഡിവോഷൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ പലതിൻ്റെയും ക്രിസ്തീയ നാമങ്ങളും പേരുമൊക്കെ പഠിച്ചു. അവിടെ തന്നെ പെട്ടെന്ന് തന്നെ ആ യൗവന കൂട്ടായ്മയുടെ നേതൃത്വ സ്ഥാനം എനിക്ക് ഏൽപ്പിച്ചു. കാരണം ഇവൻ വചനം വായിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ യൗവനക്കാരെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളിൽ എത്ര പേർ ബൈബിൾ വായിച്ചിട്ടുണ്ട്? ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ എനിക്കറിയാം, പൊതുവെ മലയാളി സഭകൾ ആകട്ടെ, അമേരിക്കൻ സഭകളാകട്ടെ, എവിടെ പോയി ഞാൻ ചോദിച്ചിട്ടുണ്ടോ, ഞാൻ നാണം കെട്ടിട്ടേ ഉള്ളൂ. അതായത് ക്രൈസ്തവ പാരമ്പര്യത്തിൽ ജനിച്ച നാൾ മുതൽ വളർന്നവർ ഇന്നുവരെയും പുതിയ നിയമം പോലും പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കറിയാം നിങ്ങൾ ആരാണ്. ഞാൻ 17ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ബൈബിൾ നേരെ ചൊവ്വെ കാണുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ബൈബിൾ നിങ്ങളെല്ലാവരും വായിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ ഇനി വരും ദിവസങ്ങളിൽ ഈ സാക്ഷ്യം മുഖേന ഞാൻ അനവധി കാര്യങ്ങൾ പറയാം. എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് 3 സത്യങ്ങൾ എനിക്ക് മനസ്സിലായി. അത് എൻ്റെ വചന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതും കൂടെ പറഞ്ഞേച്ച് നമുക്ക് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്ന രീതികൾ, എൻ്റെ ചില ബോധ്യങ്ങൾ തന്നെ ഈ സാക്ഷ്യത്തിൽ നിന്ന് തന്നെ ഉളവാകുന്നതാണ്. ഒന്നാമതായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം, ഒരു അക്രൈസ്തവ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ഒരു 17 വയസ്സുകാരന് നമ്മളൊരു കിങ് ജെയിംസ് ബൈബിൾ കൊടുത്തിട്ട് പറയാണ് 3 ആഴ്ച കഴിയുമ്പോൾ കാണാം കേട്ടോ. നമ്മൾ ആരെങ്കിലും പറയുമോ അയാൾ സുവിശേഷീകരിക്കപ്പെടും? അല്ലേ? നമ്മൾ ആരും അയ്യോ പറ്റത്തില്ല, കിങ് ജെയിംസ് ഒന്നും വായിച്ചാൽ തലേ കയറത്തില്ല, അല്ലേ? മാത്രമല്ല ഒരു ബൈബിളിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ, സൺഡേ സ്കൂളിൻ്റെ ഒരു 4 പാഠമെങ്കിലും പഠിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എൻ്റെ സാക്ഷ്യം അതിനൊക്കെ വിപരീതമാണ്. വചനം മാത്രം മതി. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞതുപോലെ ഈ വചനം ഒരു ടൈം ബോംബാണ്. അത് ദൈവാത്മാവിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ ക്രിയ ചെയ്തിരിക്കും. എൻ്റെ സാക്ഷ്യം എനിക്ക് ഒരു പ്രസംഗകൻ എന്ന രീതിയിൽ നൽകുന്ന ഒരു പ്രാഗൽഭ്യമുണ്ട്. ആളുകൾ രൂപാന്തരപ്പെടണമെങ്കിൽ, രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം മതി, വചനം. അല്ലാതെ ഇന്ന് പലരും യൗവന കൂട്ടായ്മകളിലും, ഇവിടെ ആ പ്രശ്നം കാണത്തില്ല, പക്ഷെ പല ഈ സ്വതന്ത്ര സഭകളിലും ഉണ്ട്, യൗവനക്കാരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ കുറേ എൻ്റർടൈൻമെൻ്റ് എല്ലാം കൂട്ടിക്കൊണ്ടുപോകാം, എന്നാലല്ലേ യൗവനക്കാരെ നമുക്ക് കിട്ടത്തുള്ളൂ.
വചനം പ്ലസ് പലതും അല്ലല്ലല്ല, വചനം മാത്രം മതി. വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. അത് ക്രിയ ചെയ്താൽ ഏത് ഹൃദയത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളൊരു വചനമാണ്. ഇത് വെറും ഒരു പുസ്തകമല്ല, ഇത് ദൈവത്തിൻ്റെ നിശ്വാസത്താൽ കടന്നു വന്ന വചനമാണ്. രണ്ടാമതായിട്ട്, വചനം കേൾക്കുമ്പോൾ രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തുവിനെ കാണണം. വചനത്തെക്കുറിച്ച് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് തന്നെ പറയുകയാണ്. ഞാൻ വചനം വായിച്ചപ്പോൾ എനിക്ക് കുറേ വിജ്ഞാനം ലഭിച്ചില്ല. ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടി. അത് രക്ഷിക്കപ്പെടുവാൻ മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാനും അത് തന്നെയാണ് വേണ്ടത്. ഈ 3 ദിവസങ്ങളിലെ വചന ശുശ്രൂഷ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളും കാംക്ഷിക്കേണ്ടത് കുറേ അറിവ് പ്രാപിക്കുക എന്നുള്ളതല്ല, എനിക്ക് യേശുവിനെ കാണാൻ കഴിയണം. എൻ്റെ അകത്തെ മനുഷ്യൻ്റെ കണ്ണുകളെ കർത്താവെ ഒന്ന് പ്രകാശിപ്പിക്കണം. ക്രിസ്തുവിനെ കണ്ടവൻ രൂപാന്തരം പ്രാപിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്ത് ആത്മീയ രൂപാന്തരം കാംക്ഷിക്കുന്നോ അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ: ക്രിസ്തുവിനെ കാണേണ്ടതുപോലെ കാണുക. അതിനാണ് വചനധ്യാനം. ഇനി മൂന്നാമതായിട്ട്, വചനമറിയണം, കർത്താവിനെ കാണണം. ഇനി ഈ രൂപാന്തരം എങ്ങനെ ഉളവാകുന്നതെന്നറിയാവോ? എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് തന്നെ പറയുകയാണ്, മാനസാന്തരത്തോടു കൂടിയ വിശ്വാസം വേണം. അല്ലാതെ ക്രിസ്തുവിനെ കണ്ട് കൊള്ളാം പാട്ടൊക്കെ പാടി അങ്ങ് പോവുകയല്ല, മാനസാന്തരം ഉളവാക്കുന്ന വിശ്വാസം വേണം. മാനസാന്തരവും വിശ്വാസവും നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറയാം, വിവേചിക്കാം. പക്ഷെ അത് രണ്ടാണ്, മാറ്റി പറയാൻ പറ്റില്ല, സെപ്പറേറ്റ് അല്ല. അത് മാനസാന്തരത്തോടു കൂടിയ വിശ്വാസം. ഇന്ന് പലരും പല കൺവെൻഷനുകളിലും വിശ്വാസം 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 എന്ന് പ്രസംഗിക്കുന്നുണ്ട്. മാനസാന്തരമില്ല. അത് കപട വിശ്വാസമാണ്. എനിക്ക് തോന്നുന്നൊക്കെ അങ്ങ് ദൈവം ചെയ്യും. അതല്ല വിശ്വാസം. അത് ദൈവഹിത പ്രകാരമുള്ള, ദൈവവചന പ്രകാരമുള്ള വിശ്വാസമല്ല. മാനസാന്തരത്തോടുകൂടെ ഉള്ള വിശ്വാസം, എൻ്റെ പാപങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി കർത്താവിലേക്ക് നോക്കുന്നതാണ് ശരിയായിട്ടുള്ള വിശ്വാസം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ആമുഖമായി ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ദൈവവചനത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്തുക. നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നവർ എത്ര പേർ രക്ഷിക്കപ്പെടാത്തവരാണ്, കർത്താവിനെ അറിയാത്തവരാണ് ഇല്ലാത്ത? ഭൂരിപക്ഷം പേര് കർത്താവിനെ അറിഞ്ഞവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഭാവിശ്വാസികളാണെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് രൂപാന്തരം വേണം. രക്ഷിക്കപ്പെടുവാനാണോ രൂപാന്തരപ്പെടുവാനാണോ ഏതിനാണേലും വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. വചനം മാത്രം പ്രസ്താവിക്കാനല്ല, കുറെ കഥകളും കോമഡി അടിക്കാനും എന്നെ കിട്ടത്തില്ല. അതിവിടെ ഇരിക്കുന്നവർക്ക് അറിയാം. അങ്ങനെ ഒരു പ്രസംഗമാണ് ഞാൻ. കാരണം വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. രണ്ടാമതായിട്ട്, യേശുവിനെ കാണണം. കർത്താവിന്റെ വ്യക്തിയെ കണ്ടുമുട്ടിയാലേ രൂപാന്തരം വരുത്തുള്ളൂ. അല്ലാതെ കുറെ തിയോളജിയോ കുറെ അബ്സ്ട്രാക്ട് ട്രൂത്ത്സ് മനസ്സിലാക്കിയോ കൊണ്ട് കാര്യമായില്ല. ഉപദേശ സത്യങ്ങൾ തലച്ചോറിൽ മനസ്സിലാക്കിയാലും രൂപാന്തരം വരത്തില്ല. യേശുക്രിസ്തുവിനെ കാണണം. മൂന്നാമതായിട്ട്, മാനസാന്തരത്തോടുകൂടിയ വിശ്വാസം വേണം. ഈ 3 നിങ്ങൾക്ക് ലഭിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് തന്നെ പറഞ്ഞുകൊള്ളുന്നു. ഇനി നമ്മൾ ഈ കൺവെൻഷന്റെ 3 ദിവസത്തെ ശുശ്രൂഷയെക്കുറിച്ച് ആമുഖമായിട്ട് വാക്കുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഈ 3 ദിവസവും 3 സന്ദേശങ്ങളായിട്ട് നമ്മൾ നടത്തുന്നെങ്കിലും ഇത് തുടർമാനമായ ഒരു ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കുന്നവർ എല്ലാ ദിവസവും വരുവാൻ ശ്രമിക്കുക. കാരണം ഇത് ഇന്നലെ മീറ്റിംഗ്, ഇന്നലെ സന്ദേശം കേൾക്കാൻ പോവുകയല്ല. ഇതിനും ബാക്കിയായിട്ട് നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തുടർമാനമായൊരു ധ്യാനമാണെന്ന് നിങ്ങൾ മനസ്സിൽ വെക്കുക. നമ്മുടെ ഈ കൺവെൻഷന്റെ കുറിവാക്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ വായിച്ചു കേട്ട യോഹന്നാൻ 14-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യമാണ്. ഇപ്പോൾ വായിക്കുന്നില്ല, നമ്മളെല്ലാവരും കേട്ടതാണ്. ആ വാക്യത്തിൽ കർത്താവായ യേശു പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇത് ഓരോന്നും നമ്മൾ ഓരോ രാത്രിയിൽ ധ്യാനിക്കാൻ പോവുകയാണ്. വഴി, സത്യം, ജീവൻ. പക്ഷെ അതിനോട് കൂടെ തന്നെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഒരു ക്രിസ്തു ശിഷ്യനും ത്രിയേക ദൈവത്തിലെ ആളത്വങ്ങളും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ പറയും, ഓ കലയിൽ പോയി. അല്ല, വളരെ പ്രായോഗിക തലത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്.
ക്രിസ്തു ശിഷ്യനും പിതാവുമായിട്ടുള്ള ബന്ധം, ക്രിസ്തു ശിഷ്യനും പുത്രനുമായിട്ടുള്ള ബന്ധം, ക്രിസ്തു ശിഷ്യനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം. ഈ 3 ധ്യാനത്തിൽ അതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. യേശുക്രിസ്തു വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുന്നതിനോട് കൂടെ ചേർന്ന് ചിന്തിക്കുവാൻ പോകുന്നത് പുത്രനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ആളത്വങ്ങളോടും നമ്മുടെ വ്യക്തിപരമായ ബന്ധം. ഉപദേശമല്ല, തൃത്വം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രായോഗിക തലത്തിൽ തൃത്വത്തിന്റെ സ്ഥാനം അതുകൂടെ ചിന്തിക്കാൻ പോകാം. കാരണം തൃത്വം വെറുതെ എന്താ പറയാ തിയോളജിമാർക്കും പണ്ഡിതന്മാർക്കും വേണ്ടി വെച്ചിരിക്കുന്നതല്ല, അത് പ്രായോഗിക തലത്തിൽ വളരെ മനോഹരമായ ഒരു ഉപദേശമാണ്. നമ്മുടെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കണം. അത് മുന്നോട്ടുള്ള ധ്യാനത്തിൽ വെളിപ്പെട്ടു വരും. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴി. അപ്പോൾ ഇതിന്റെ ആ പറഞ്ഞ സന്ദർഭവും പശ്ചാത്തലങ്ങളും നമ്മൾ ചിന്തിക്കാം. വളരെ വേഗത്തിൽ ഈ ധ്യാനം ചെയ്ത് നിങ്ങൾ ആരും പേടിക്കണ്ട. ചില കൺവെൻഷനിലൊക്കെ താമസിച്ച് പ്രസംഗം തുടങ്ങിയാൽ താമസിച്ചേ പ്രസംഗം തീരത്തുള്ളൂ. അങ്ങനെ താമസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വേഗത്തിൽ തന്നെ നമ്മൾ ധ്യാനം അവസാനിക്കും. എന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുമെന്നല്ല ചേർക്കാം, അതിൻ്റെതായ സമയത്ത് ഞാൻ 1 മണിക്കൂറൊന്നും എടുക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ആ പശ്ചാത്തലം, ആ സന്ദർഭം നമ്മൾ വായിച്ചു കേട്ടു. എന്നാലും ഞാൻ ഓർമ്മിക്കട്ടെ. കർത്താവ് പറയാണ്, ഞാൻ കടന്നു പോകുവാൻ പോവുകയാണ്. കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ അവസാനം എത്തിയെന്നുള്ള ബോധ്യത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ്, അല്ലേ? അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. അപ്പോൾ തോമാസ് പറഞ്ഞു, കർത്താവേ, എവിടെ പോകുന്നെന്നോ ഏത് വഴിയാണെന്നോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ ഒന്ന് ചിന്തിക്കണമേ. ഈ വഴി എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു ഭൗതികമായിട്ടുള്ള ഏതോ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് കർത്താവ് ഇത് പറയുന്നത്, അല്ലേ? ഏതോ ഒരു സ്ഥലത്തേക്ക് കർത്താവ് പോകാൻ പോകുന്നു, അവിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് അന്ന് ശിഷ്യന്മാർ ചിന്തിച്ചത്. ഇന്നും ശിഷ്യന്മാർ ചിന്തിക്കുന്നത് അത് തന്നെയാണ്. കർത്താവ് ഏതോ സ്ഥലത്തേക്കുള്ള വഴിയാണ്, അല്ലേ? സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. എന്താണ് സ്വർഗം? ഒരു സ്ഥലം, അല്ലേ? പല ഈ സുവിശേഷ യോഗങ്ങളിലും ട്രാക്റ്റുകളിലും ഈ 6-ാമത്തെ വാക്യം, ഞാൻ തന്നെ വഴിയാകുന്നു, സത്യമാകുന്നു, ജീവനാകുന്നു, തീർന്നു, വാക്യം തീർന്നു, ബാക്കി പറയത്തില്ല. എന്നിട്ട് പറയാണ് സ്വർഗത്തിലേക്കുള്ള വഴി യേശു ക്രിസ്തുവാണ്, ബ്രാക്കറ്റിൽ യോഹന്നാൻ 14:6. അപ്പോൾ എന്തോ സ്വർഗം? സ്വർഗം നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും അങ്ങ് വിചാരിച്ചാൽ മതി, അല്ലേ? ഇപ്പോൾ വീഗാലാൻഡ് അല്ലല്ലോ ഇപ്പോൾ അതിൻ്റെ പേര്, വണ്ടർലായി പോകുന്നു, ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്നു, ഏറ്റവും സുഖ സൗകര്യങ്ങളുള്ള, ഏറ്റവും എന്താ പറയുക, ഈ യൗവനക്കാരുടെ ഭാഷയെ പറഞ്ഞ അടിപൊളി സ്ഥലത്തേക്ക് പോകുന്നു. അതിനിതാ കർത്താവാണ് നിങ്ങളുടെ ടിക്കറ്റ്. സ്വർഗത്തിൽ പോകണോ? ആർക്കാ സ്വർഗത്തിൽ പോകണ്ടാത്ത? ഒരു വ്യക്തിയെ കാണിച്ചു തരാമോ? ചെകുത്താന് പോലും സ്വർഗത്തിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അന്നും ശിഷ്യന്മാർ ചിന്തിച്ച ഏതോ സ്ഥലത്തേക്കുള്ളതാണ്, ഇന്നും ശിഷ്യന്മാർ ചിന്തിക്കുന്ന ഏതോ സ്ഥലത്തേക്കുള്ളതാണ്. പക്ഷേ ആ യോഹന്നാൻ 14:6 മൊത്തമായിട്ടൊന്ന് വായിച്ചാൽ എന്താ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ സ്ഥലവും ആലോചിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ആലോചിക്കുന്നത് വ്യക്തിയെയാണ്. ഒരു വ്യക്തിയിലേക്കുള്ള വഴിയാണ് ഞാൻ. അപ്പോൾ യേശു വഴിയാണെന്ന് പറയുമ്പോൾ ഈ വഴി എങ്ങോട്ടുള്ള വഴിയാ? ഒരു വ്യക്തിയിലേക്കുള്ളത്, പിതാവിലേക്കുള്ള വഴി. അല്ലാതെ സ്വർഗത്തിൽ പോകാനുള്ള ടിക്കറ്റ് അല്ല. സ്വർഗത്തിൽ പോകൂലെന്ന് ചോദിച്ചാൽ പോകും, അല്ലേ? മരണാനന്തര പ്രത്യാശയുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. മരിച്ചു കഴിയുമ്പോൾ നിത്യനരകത്തിൽ പോകാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം, കാരണം ദൈവം, പിതാവെന്ന് പറയുന്ന ദൈവം ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്, അത് ശരിയാണ്, അത് തെറ്റല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രഥമ കാര്യം. ഇവിടുത്തെ കാതലായ വിഷയം അതല്ല. ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനല്ല കർത്താവ് കടന്നു വന്നത്, ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി ആ വ്യക്തിയുമായുള്ള ബന്ധത്തിലേക്ക് നമ്മെ ആനയിക്കുവാനായിട്ടാണ് കർത്താവ് പ്രാധാന്യം കൊടുത്തു വന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രഥമ ഉദ്ദേശം പിതാവിനെ വെളിപ്പെടുത്തി പിതാവുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. മരണാനന്തര പ്രത്യാശയും സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകാത്തതും ഒക്കെ അതിൻ്റെ
എന്താ പറയുക, പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചുറ്റിപ്പറ്റി കിടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ കാതലായ വിഷയം പിതാവിനെ അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം, നിങ്ങളൊരു 1-2 പേജ് തിരിച്ച് യോഹന്നാൻ 17:3 നോക്കിക്കേ. 17:3 പറഞ്ഞിരിക്കുകയാണ്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അല്ലേ? നമ്മൾ സാധാരണ പറഞ്ഞ യേശു ക്രിസ്തു വിശ്വസിക്കാൻ നിത്യജീവൻ ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നത് നീണ്ട ജീവൻ, മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ സ്വർഗത്തിൽ ജീവിക്കും, കാലയളവാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവ് പറയാണ്, നിത്യജീവൻ്റെ നിർവചനം ദൈവത്തെ അറിയുന്നതാണ്, ഒരു വ്യക്തിയെ അറിയുന്നതാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുമ്പോൾ ഇപ്പോഴേ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. അല്ല, മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുമ്പോഴല്ല നിത്യജീവൻ ആരംഭിക്കുന്നത്, ഇപ്പോഴേ നമുക്ക് നിത്യജീവൻ ഉണ്ടാവാം. കാരണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ പിതാവിനെ അറിയുന്നു. പിതാവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളോട് ഞാൻ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? അതെ ബ്രദറെ. വീണ്ടും ജനിച്ചതാണോ? അതെ ബ്രദറെ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? അതെ ബ്രദറെ. എന്നാൽ ആ ചോദ്യം ഒന്ന് മാറ്റി ചോദിക്കട്ടെ, പിതാവിനെ വ്യക്തിപരമായി അറിയാമോ? സുവിശേഷം കേട്ടിട്ടുണ്ടോ? ഉപദേശം അറിയാമോ? പ്രസംഗിക്കാൻ അറിയാമോ എന്നല്ല ഈ ചോദിക്കുന്നത്. ഹൃദയത്തിലെ അകത്തെ മനുഷ്യന് പിതാവിനെ വ്യക്തിപരമായി അറിയാമോ? അതാണ് കാതലായ വിഷയം. യേശു ക്രിസ്തു വഴിയാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് പിതാവിനെ അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ 14:6 ഓരോ വിശദീകരണങ്ങളും എടുത്ത് ധ്യാനിക്കുമ്പോൾ ത്രിയേക ദൈവത്തിലെ ഓരോ ആളത്വങ്ങളുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം കൂടെ നമ്മൾ ശോധന ചെയ്യുകയാണ്, ധ്യാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. പിതാവിനെ അറിയുമെങ്കിൽ നിത്യജീവനുണ്ട്. പിതാവിനെ അറിയാമോ? വ്യക്തിപരമായി അറിയാമോ? ഞാൻ മനസ്സിലാക്കുന്നത്, രക്ഷിക്കപ്പെട്ടവർക്ക് പോലും പലർക്കും പിതാവിനെ അങ്ങനെ വളരെ വ്യക്തിപരമായൊന്നും അറിഞ്ഞു. കാരണം അവർ ഈ സ്വർഗത്തിൽ പോകാനെന്നും പറഞ്ഞ് വിശ്വസിച്ചവരാ, ഒരു സ്ഥലത്തേക്ക് പോകാം എന്നും പറഞ്ഞ് ഈ പിതാവിനെ കുറിച്ച് അറിയാനൊന്നും അങ്ങനെ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഇതാണ് ഏറ്റവും വലിയ രക്ഷയുടെ അനുഗ്രഹം. ദൈവത്തെ വ്യക്തിപരമായി എനിക്കറിയാം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കോളേജിൽ പോയപ്പോൾ ഈ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ എല്ലാ ചിന്തകളും ദൈവം 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 ദൈവം. ഈ ഒരു യാഥാർത്ഥ്യം ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എപ്പോഴും എന്നോട് സംസാരിക്കുന്ന ദൈവം, എന്നോട് ഇടപെടുന്ന ദൈവം, എൻ്റെ സന്തത സഹചാരിയായിട്ട് നടക്കുന്ന ദൈവം. ഇങ്ങനെ ഈ ദൈവമെന്ന യാഥാർത്ഥ്യം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ദൈവത്തെ വ്യക്തിപരമായി അറിയാം. അല്ലാതെ പ്രസംഗകൻ പറഞ്ഞറിയുന്നതിനെ കുറിച്ചോ അപ്പനമ്മമാർ പറഞ്ഞറിയുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹമുള്ള ഏതെങ്കിലും ശുശ്രൂഷക്കാരൻ കേട്ടറിവല്ല ഈ പറയുന്നത്. വ്യക്തിപരമായി അറിയാമോ? 1-2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. പിതാവ് നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? ഇതെല്ലാം സൺഡേ സ്കൂൾ ക്വിസ് അല്ല. കാരണം നിങ്ങൾക്ക് നല്ലപോലെ സൺഡേ സ്കൂളിലൊക്കെ പോയി വചനമൊക്കെ അറിയാവുന്നവരാന്ന് എനിക്കറിയാം. എന്നാൽ ഇത് ഈ വിജ്ഞാനം ചോദിക്കുകയല്ല, വ്യക്തിപരമായി നിങ്ങളുടെ അനുഭവത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അറിയാമോ? യോഹന്നാൻ 17:23 നോക്കിയാട്ടെ. ഇത് കർത്താവ് പറഞ്ഞങ്ങ് നമുക്കറിയാം 17-ാം അധ്യായം ഒരു പ്രാർത്ഥനയാണ്. കർത്താവ് പറഞ്ഞങ്ങ് പോവുകയാണ്, അത് പഠിപ്പിക്കുന്ന ഭാഗമല്ല. എന്നാലും 17:23 ശ്രദ്ധിച്ചേ. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ. എന്നിട്ട് പിന്നെ ബാക്കി പ്രാർത്ഥനയാണ്, അഭ്യർത്ഥനയാണ്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ലോകം ഒരു കാര്യം അറിയണം. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സഭ പോലും ഇത് പലപ്പോഴും അറിഞ്ഞിട്ടില്ല, പിന്നാണ് ലോകം ഒരു കാര്യം അറിയണം. എന്താ അറിയേണ്ടത്? എന്നെ നീ സ്നേഹിക്കുന്നത് പോലെ ഇവരെ, എൻ്റെ വിശ്വാസികളെ, എൻ്റെ ശിഷ്യന്മാരെ നീ സ്നേഹിക്കുന്നു. ആ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളെ എത്രമാത്രം പിതാവ് സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ഉത്തരം, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ, പുത്രനായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്നു. ഒന്ന് ചിന്തിച്ചേ.
അതിൻ്റെ ആഴം, അതൊരു ആശ്ചര്യപൂർണമായ ഒരു വസ്തുതയാണ്, ഒരു സത്യമാണ്. എന്നെ കർത്താവ് സ്നേഹിക്കുന്നത് പുത്രനെ സ്നേഹിച്ച അതേ അളവിലാണെന്ന്. അയ്യോ, എങ്ങനെ? പരിപൂർണമായിട്ട് അനുസരിച്ച് ദൈവപ്രസാദത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിത്യനായ പുത്രനായ യേശുക്രിസ്തുവിനോട് പിതാവിനുള്ള അതേ സ്നേഹം എന്നോടുണ്ടെന്ന്, നിങ്ങളോടുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഇത്? അതുകൊണ്ടാണ് സഭ വിശ്വസിക്കുന്നില്ല, ലോകം ഇത് അറിയുന്നില്ല. ലോകം ഇത് അറിയണമെന്ന്, നമ്മെ സ്നേഹിക്കുന്ന ദൈവം യേശുവിനെ സ്നേഹിച്ച പോലെ. ഇത് സഭ പോലും അറിഞ്ഞിട്ടില്ല, അല്ലേ? സഭ പോലും പലപ്പോഴും അറിഞ്ഞിട്ട് ദൈവസ്നേഹത്തിൻ്റെ ആഴം, പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പിതാവ് എത്രമാത്രം പുത്രനോട് പ്രതിബദ്ധത പുലർത്തിയോ, അവനെ എത്രമാത്രം വിലമതിച്ചുവോ, അവനെ എത്രമാത്രം പോറ്റി പുലർത്തിയോ, അവനെ എത്രമാത്രം സംരക്ഷിച്ചോ, അവനെ എത്രമാത്രം കരുതിയോ, അതൊക്കെ എന്നോടും നിങ്ങളോടും കാണിക്കുവാൻ ഹൃദയമുള്ളൊരു പിതാവാണ് നമ്മുടെ പിതാവ്. ഞാനൊരു പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ എനിക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം, ഈ പ്രയാസത്തിൽ യേശുക്രിസ്തുവാണ് കടന്നു പോകുന്നതെങ്കിൽ പിതാവ് എത്രമാത്രം സ്നേഹവും പ്രതിബദ്ധതയും കരുതലും സംരക്ഷണവും കാണിക്കുമോ, അതെന്നോടും അവൻ കാണിക്കുക തന്നെ ചെയ്യും. അതാണ് യോഹന്നാൻ 17:23 പ്രായോഗിക തലത്തിലെ അർത്ഥം. ഇനി ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെയാണോ ജീവിക്കുന്നത്? നിങ്ങളൊരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ടോ? യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഈ പ്രയാസത്തിലൂടെ കടന്നു പോയെങ്കിൽ പിതാവ് എത്രമാത്രം അവനോട് കൂടെ നിൽക്കും, അതുപോലെ പിതാവ് എന്നോട് കൂടെ നിൽക്കും. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിലും പ്രാഗൽഭ്യത്തിലും സമാധാനത്തിലുമാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റണം ഒരു ദൈവ പൈതലായാൽ. അതാണ് പിതാവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക, നിത്യജീവൻ ലഭിക്കുക, വ്യക്തിപരമായി അറിയുക എന്നൊക്കെ പറഞ്ഞാൽ ഉള്ള പ്രായോഗിക തലത്തിലെ അർത്ഥം. ജീവിത സാഹചര്യങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിലുള്ള വിശ്വാസം, എൻ്റെ ദൈവം എൻ്റെ പിതാവാണെന്നുള്ളൊരു പ്രാഗൽഭ്യം. അത് വെറുതെ പറയുകയും പ്രസംഗിക്കുകയല്ല, അത് കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നാം കാഴ്ചവെക്കേണ്ട ഒരു പ്രാഗൽഭ്യമാണ്, ഒരു സമാധാനമാണ്. അയ്യോ, ഈ വ്യക്തി ഇങ്ങനെ നടക്കുന്നേ, ഒരു കൂസലുമില്ലാതെ നടക്കുന്നല്ലോ, അല്ലേ? നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, അപ്പോൾ യേശു വിചാരപ്പെട്ട് വ്യാകുലപ്പെട്ട് ബുദ്ധിമുട്ടി കരഞ്ഞു? എവിടെങ്കിലും വായിക്കുന്നുണ്ടോ? കർത്താവിന് സമാധാനം നഷ്ടപ്പെട്ട് താൻ വളരെയധികം എന്താ പറയുക, ഭയഭീൽകുലനായെന്ന് എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? ഇല്ല. കർത്താവ് ഏത് സാഹചര്യത്തിലും തൻ്റെ പിതാവിൻ്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കാം ആൻഡ് കളക്റ്റഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലേ? ഒരു ഭയവും ഇല്ല കർത്താവിന്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കൂടുതൽ നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ഈ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എന്താണ് പ്രായോഗിക തലത്തിലെ ഗുണം? ഒന്നാമതായിട്ട് നമുക്ക്, പ്രത്യേകിച്ച് യൗവനക്കാരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഇന്ന് യൗവനക്കാർ പഴയ പോലൊന്നുമല്ല, ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. പലർക്കും അവരെക്കുറിച്ച് എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ, ഒരു സെൽഫ് എസ്റ്റീം എന്നൊക്കെ ഇംഗ്ലീഷ് പറയും, അതൊന്നുമില്ല. ഇന്ന് ഒരുപാട് യൗവനക്കാരുടെ പ്രശ്നങ്ങളെല്ലാം സൈക്കോളജിയുടെ ഭാഷ പറഞ്ഞ ഐഡൻറ്റിറ്റി പ്രോബ്ലംസാണ്. ഞാൻ ആരാണ്? ഒരു അഡ്രസ്സും ഇല്ലാത്തവനാണ്, അല്ലേ? അപ്പോൾ അവർ ഈ ഉത്തരം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നറിയോ? എന്നെ കാണാൻ കൊള്ളാവോ? ആണുങ്ങളാണെങ്കിൽ എത്ര പെണ്ണുങ്ങൾ എന്നെ നോക്കുന്നുണ്ട്? ആരും നോക്കുന്നില്ല, അപ്പോൾ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല, അല്ലേ? ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ വളരെ വെളുത്ത് തുടുത്താണ് ഇരിക്കുന്നത്. ഒരു തറവാട്ടിലെ ആളുകളാന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കും. ഇതെവിടുന്ന് വന്ന് ഇത്? അപ്പോൾ എൻ്റെ ചേട്ടൻ പണ്ട് കളിയാക്കി പറയുന്നു, കൊച്ചിലായിരുന്നു, നിന്നെ ചെങ്കച്ചൂളിൽ നിന്ന് നമ്മൾ എടുത്തതാ എന്ന് പറയുമായിരുന്നു. പിന്നെ വഴിയിൽ നിന്ന് കിട്ടിയതാന്ന് പറയും. ഞാൻ വിശ്വസിച്ചത്. ഞാൻ കണ്ണാടിയുടെ അവിടെയൊക്കെ പോയിട്ട് ശരിയാണല്ലോ, ഇതെവിടുന്ന് വന്ന് ഈ നിറം, അല്ലേ? പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു, നിൻ്റെ അപ്പൂപ്പൻ ഈ നിറമായിരുന്നെന്ന്. അപ്പോൾ നിറം നോക്കും, അല്ലേ? പിന്നെ പഠിത്തം നോക്കും. എന്തെങ്കിലും കാരണവശാൽ ഈ എൻജിനീയറിംഗ് ഒക്കെ പഠിക്കുന്നവർക്കറിയാം, പഠിത്തം കഴിഞ്ഞിട്ടും പേപ്പർ എഴുതിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലേ, സപ്ലി കിട്ടിയ ചേട്ടന്മാരാണെങ്കിൽ ഒരു വിലയില്ല. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. പോട്ടെ, ഒരു കാശിനും കൊള്ളത്തില്ല, അല്ലേ? വിവാഹം കഴിച്ചവരാണോ കഴിക്കാത്തവരാണോ, ഇങ്ങനെ ജോലിയുണ്ടോ ജോലിയില്ലേ, പണമുണ്ടോ പണമില്ലേ, ഇങ്ങനെ ലോകം പല പല തട്ടുകൾ വെച്ചിട്ട് മാനം നൽകും നമുക്ക്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഞാൻ ആരാണ്?
ഇങ്ങനെയാണ് ലോകം സഭയ്ക്കകത്തും കയറുന്നത്. ലോകത്തിൻ്റെ മാനദണ്ഡം വെച്ചൊക്കെ തന്നെ നമ്മൾ അന്യോന്യവും അളക്കുന്നത്, അല്ലേ? നമ്മൾ കണ്ടുമുട്ടുമ്പം ഒന്നാമത് ചോദിക്കും പേരെന്താ, രണ്ടാമതെന്താ ചോദ്യം, എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാശിനും കൊള്ളത്തില്ല, അല്ലേ? ഇതല്ലേ നമ്മുടെ സാധാരണ മാനുഷികമായ ഒരു മാനദണ്ഡം. അപ്പോൾ യൗവനക്കാർ പ്രത്യേകിച്ച് ജോലി കിട്ടിയിട്ടില്ല, പഠനത്തിലായിരിക്കുന്നു, കാണാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വിഷാദരോഗം. 25 വയസ്സുള്ള ചെറുപ്പക്കാരന് വിഷാദരോഗം. ജീവിതത്തിൻ്റെ ഒരു കഷ്ടതയും അനുഭവിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല, വിഷാദമൊന്ന്. പണ്ടൊക്കെ 50 വയസ്സെങ്കിലും ആകണം വിഷാദം വരാൻ, ഇന്ന് 17 വയസ്സുകാരനും വിഷാദം, അല്ലേ? നമ്മളൊക്കെ കാണുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി പ്രശ്നം ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷപരമായിട്ടുള്ള ഉത്തരം പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊരു പരിജ്ഞാനവും ഇല്ല. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുള്ള പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എപ്പോഴും എന്തുണ്ട്? ഇൻസെക്യൂരിറ്റി, അരക്ഷിതാവസ്ഥയുണ്ട്. അത് സഭയ്ക്കകത്തും മുതിർന്നവരുടെ ഇടയിലും ഉണ്ട് ഈ പ്രശ്നം. അങ്ങനെയാണ് പല വഴക്കുകൾ ഉണ്ടാകുന്നത്, അല്ലേ? എന്നെ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ല, അയ്യോ പോയി. അപ്പോൾ മനുഷ്യർ തരുന്ന ബഹുമാനത്തിലായിരുന്നു ആ വ്യക്തിയുടെ വ്യക്തിത്വം, അത് കൊടുത്താത്തപ്പം അങ്ങേര് പാപ്പരായെന്ന്. എന്നാൽ ക്രിസ്തു ശിഷ്യന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ആരും ബഹുമാനിച്ചില്ലേലും ഒരു കുഴപ്പമില്ല, ആരും ബഹുമാനിച്ചില്ലേലും കുഴപ്പമില്ല. എനിക്ക് തരേണ്ട സ്ഥാനം അതൊന്നും വേണമെന്നില്ല, ഇൻസെക്യൂരിറ്റീസ് ഇല്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം, വളരെ വേഗത്തിൽ നമുക്ക് നീങ്ങാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ വായിച്ച് 1-2 സത്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ക്രിസ്തു ശിഷ്യന്മാർ, അതായത് അപ്പോസ്തലന്മാർ കടന്നു ചെന്ന് കർത്താവിനോട് ചോദിച്ചത്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ? ഇന്നും സഭകളിലും ക്രിസ്തു ശിഷ്യന്മാരുടെ ഇടയിലെയും ചോദ്യം ഇത് തന്നെ, ആരാണ് വലിയവൻ? ആരാണ് വലിയവൻ? മത്സരമാണ് സഭയ്ക്കകത്ത്. ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ആര്, സ്റ്റേജിൽ നിൽക്കുന്നത് ആര്, ആർക്ക് മഹത്വം കിട്ടി, ആർക്ക് മാനം കിട്ടി, ഈ മത്സരം. അപ്പോൾ അവർ വിചാരിച്ചു, കർത്താവ് പറയും, മറ്റേ കൂടുതൽ ഭൂതം ഒഴിപ്പിച്ച അപ്പോസ്തലനുണ്ടല്ലോ നമ്മുടെ പത്രോസ്, അവനാണ് മിടുക്കൻ, അവനെ പിടിച്ച് മാർപ്പാപ്പയാക്കാം എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിച്ചത്, അല്ലേ? ഏറ്റവും കൂടുതൽ ഭൂതത്തെ പുറത്താക്കിയവനും ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചവനും ഏറ്റവും കൂടുതൽ വചനം അറിയാവുന്നവനുമായിരിക്കും ഏറ്റവും വലിയവൻ എന്ന് അവർ ചിന്തിച്ചപ്പോൾ കർത്താവിൻ്റെ മറുപടി എന്തായിരുന്നു? പോയൊരു ശിശുവിനെ വിളിച്ചോണ്ടോ, സൺഡേ സ്കൂളിൽ പോയി ഒരു ചെറുക്കനെ വിളിച്ചോണ്ടോ, ഒരു കൊച്ചുകുട്ടിയെയും വിളിച്ചോണ്ടോ, ഒരു ശിശു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ആഹാ, അതെന്തൊരു ഉത്തരവാദം! ഈ ശിശു ഒരു ഭൂതത്തെയും പുറത്താക്കിയിട്ടില്ല, ഒരു സ്ഥാനവും ഇല്ല, പദവിയില്ല, ഒന്നുമില്ല. പിന്നെ എന്തോ ഈ ശിശുവിനുള്ളത്? ആരുടെയോ ശിശുവാണെന്ന് പറയാൻ ഒരു ബന്ധം ഉണ്ട്. ഈ ബന്ധത്തിലൂടെയാണ് ആ ശിശുവിന് വ്യക്തിത്വമുള്ളത്, ഐഡൻറ്റിറ്റി ഉള്ളത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാണ് നിങ്ങൾക്കും ഉള്ളത്. എന്താ അതിൻ്റെ അർത്ഥം? ദൈവ പൈതലാണെന്ന് പറയുന്നതാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. പറഞ്ഞ മനസ്സിലായോ? ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ ആത്യന്തികമായ വചനപരമായിട്ടുള്ള സുവിശേഷപരമായിട്ടുള്ള ഉത്തരം എന്താണെന്നറിയാമോ? ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, ക്രിസ്തുവേശുവിൽ പിതാവ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണ് ഞാൻ. Who am I? I am a child of God, dearly loved by the Father in Christ Jesus. That is my identity always. രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല, എൻ്റെ ജീവിത അവസാനവും നിത്യതയിലും എൻ്റെ അഡ്രസ്സ് അതുമാത്രമാണ്. കാരണം അതാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയ സ്ഥാനം, പദവി, വ്യക്തിത്വം. അതാദ്യമേ അങ്ങ് തരികയാണ്. അപ്പോൾ പിന്നെ മത്സരമൊന്നും വേണ്ട. രക്ഷിക്കപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഇത് കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഒരുത്തന് കൂടുതലും മറ്റവന് കുറച്ച്, അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് മത്സര ബുദ്ധി ആവശ്യമില്ല. മാത്രമല്ല, ഇത് ബന്ധത്തിനെ ആസ്പദമാക്കിയാണ്, പ്രവൃത്തി ആസ്പദമാക്കി അല്ല. ലോകം പ്രവൃത്തി ആസ്പദമാക്കിയാണ്. നീ പഠിച്ചോ, ജോലി വാങ്ങിച്ചോ, പണമുണ്ടോ, കല്യാണം കഴിച്ചോ, കാണാൻ കൊള്ളാവോ, എല്ലാം പ്രവൃത്തി, ഫങ്ഷണൽ ഐഡൻറ്റിറ്റി നമ്മൾ പറയും.
ജോലി സ്ഥലത്തെ നമ്മുടെ വ്യക്തിത്വം. അവിടെ പോയി വെറുതെ ഇരുന്നാൽ പോരാ, ജോലി ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ ഭവനത്തിൽ, നല്ലൊരു കുടുംബത്തിലാണെങ്കിൽ അങ്ങനല്ല. നീ ഇനി തോറ്റാലും ജയിച്ചാലും, കാണാൻ കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും, അപ്പനമ്മമാരെന്തോ മക്കളോട് പറയുന്നത്, നീ എൻ്റെ പൊന്നുമോനാണ്, പൊന്നുമോളാണ്. അത് റിലേഷണൽ ഐഡൻറ്റിറ്റിയാണ്, ബന്ധത്തിൽ നിന്നുളവാകുന്ന ഐഡൻറ്റിറ്റിയാണ്. സ്വർഗരാജ്യത്തിൽ ക്രിസ്തുവേശുവിൽ നമുക്ക് തരുന്ന വ്യക്തിത്വം ഫങ്ഷണൽ അല്ല, റിലേഷണലാണ്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ മാറി മറിയട്ടെ, എനിക്ക് വിഷാദം വരത്തില്ല. പറഞ്ഞ മനസ്സിലായോ? സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും ഞാൻ അന്നും ഇന്നും എന്നും എപ്പോഴും പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു ദൈവ പൈതല് തന്നെയാണ്. ഇങ്ങനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന പ്രശ്നം അതിജീവിക്കേണ്ടത്. ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ല, അല്ലാതെ വരുന്ന ഈ മാനസികമായിട്ടുള്ള ഡിപ്രഷൻ മാറുന്നത് ഇങ്ങനെയാണ്. ഈ ബാഹ്യമായ തലത്തിൽ നിങ്ങൾ നോക്കുന്ന വസ്തുതകളുണ്ടല്ലോ, എന്നെ കാണാൻ കൊള്ളാവോ, എൻ്റെ തൊലി നിറമുണ്ടോ, എനിക്ക് പഠിത്തമുണ്ടോ, ഇതൊക്കെ വിട്ടിട്ട് ദൈവ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ വിശ്രമിക്കുക. അവിടെയാണ് ആത്യന്തികമായ വ്യക്തിത്വം. അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊന്നിൻ്റെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കർത്താവിൽ അല്ലെങ്കിൽ ദൈവ പിതാവിനെ നാം അറിയുക എന്ന് പറയുമ്പോൾ ഹൃദയത്തിൻ്റെ അരക്ഷിതാവസ്ഥ നീക്കിക്കൊണ്ട് അവനുമായിട്ടുള്ള ബന്ധം നിമിത്തം കടന്നു വന്ന വ്യക്തിത്വത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയും അടങ്ങിയിരിക്കുകയും ചെയ്യുന്നുണ്ടോ? അതാണ് പ്രായോഗിക തലത്തിലെ ചോദ്യം. ഇപ്പോൾ നമ്മൾ സഭയെ തന്നെ, സഭകൾ, ഇവിടുത്തെ സഭയെക്കുറിച്ചല്ല, പൊതുവായിട്ട് പറയുകയാണ്, ഒരു സ്ഥാനമൊക്കെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോളർ പൊക്കും, അല്ലേ? ബ്രദറെ ഒന്ന് പോയി ആ കക്കൂസ് ഒന്ന് കഴുകാവോ? അയ്യേ, എന്നോടാണോ ഈ പറയുന്നത് എന്ന് പറയും, അല്ലേ? ഒരു സ്ഥാനത്തിൽ നിന്ന് വിട്ടൊരു കളിയില്ല, അല്ലേ? പൊതുവെ മീറ്റിങ്ങുകളിലൊക്കെ നേതാക്കന്മാരിങ്ങനെ ഇരിക്കും, അല്ലേ? അവർ അതിന് താഴ്ന്നു പോയാൽ തരം താഴ്ന്ന പ്രവൃത്തിയാണെന്ന് പറയും, അല്ലേ? അപ്പം എൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, ഞാൻ പൂർണ്ണസമയ സുവിശേഷകനാണ്, ശുശ്രൂഷക്കാരനാണ്, ഇടയ ശുശ്രൂഷയിൽ പ്രാഗൽഭ്യമുള്ളൊരു വ്യക്തിയാണ്. അമേരിക്കയിൽ വെള്ളക്കാരുടെ ഇടയിൽ പാസ്റ്ററായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചിലരൊക്കെ എന്നെ കാണുമ്പം അമേരിക്കയിലെ പാസ്റ്റർ എന്ന് പറഞ്ഞ് ബഹുമാനം കാണിക്കും. ഞാൻ പറയും, അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട, എന്നെ ഒരു സഹോദരൻ ആയിട്ട് കണ്ടാൽ മാത്രം മതി. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യേശു അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം ഒന്ന് നോക്കിക്കേ, വളരെ വേഗത്തിൽ. അവിടെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ അരയിൽ ചുറ്റിയിരുന്ന് തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. കർത്താവ് തരം താഴ്ന്ന പണിയായി ചെയ്തത്. കാരണം കാല് കഴുകുക എന്ന് പറഞ്ഞാൽ അടിമകൾ ചെയ്യേണ്ട, വീട്ടിലെ ഏറ്റവും കുറഞ്ഞ ജോലിക്കാരൻ ചെയ്യേണ്ട പ്രവൃത്തിയായി കർത്താവ് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടത് ചെയ്തു? പിതാവ് തനിക്ക് സകലവും തന്നിരിക്കുന്നുവെന്നും താൻ എവിടെ നിന്ന് വന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും ഒക്കെ പൂർണ്ണമായിട്ടുള്ള ഉറപ്പും പ്രാഗൽഭ്യവും ഉള്ളത് കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുന്നത് നിമിത്തം തൻ്റെ ഐഡൻറ്റിറ്റിക്ക് ഒരു മാറ്റവും വരികയില്ലെന്ന് കർത്താവിന് ബോധ്യമുണ്ടായിരുന്നു. ഞാനൊന്ന് കക്കൂസ് കഴുകിയാൽ എൻ്റെ ഐഡൻറ്റിറ്റിക്ക് ഒരു മാറ്റവും വരികയില്ല. സഭയിലെ ഒരു സഹോദരൻ്റെ കാല് കഴുകിയാൽ ഞാൻ തരം താഴ്ന്നു പോകുന്നില്ല. കാരണം എൻ്റെ വ്യക്തിത്വം, എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ പ്രവൃത്തിയിൽ ആസ്പദമായിട്ടല്ല, ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധവുമായിട്ട് ആസ്പദമാണ്. അതുകൊണ്ട് എനിക്ക് താഴ്മയിൽ നീങ്ങാം. അതുകൊണ്ട് എനിക്ക് ദൈവം പറയുന്ന ഏത് പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയും. കണ്ടോ, അരക്ഷിതാവസ്ഥ നീങ്ങിപ്പോയി. അയ്യോ, ഞാനൊന്നും അത് ചെയ്തു കഴിഞ്ഞാൽ എന്നെ പിന്നെ എല്ലാവരും എന്തൊക്കെ കുറച്ചിലായിട്ട് കാണത്തില്ല. അതൊന്നുമില്ല. ലോകത്തിൻ്റെ ബഹുമാനവും മനുഷ്യരുടെ ബഹുമാനത്തിനൊന്നും പിന്നെ ഒരു സ്ഥാനവുമില്ല. നമ്മൾ വളരെ സ്വതന്ത്രരായി, അല്ലേ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്തു ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചോദിക്കുന്നത്, അയ്യോ അയൽപ്പക്കക്കാർ കേട്ടോ എന്തോ വിചാരിക്കും, അവരുടെ മുഖത്തെങ്ങനെ നോക്കും, അല്ലേ? ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചു, എങ്ങനെയാടാ നമ്മൾ ബന്ധുക്കളുടെ മുഖത്ത് നോക്കുന്നേ? നീ പോയി ഈ പരിപാടി ചെയ്താൽ മുഖത്ത് നോക്കുന്ന പരിപാടി നിർത്തി ദൈവമുഖത്തേക്ക് മാത്രമേ ഇനി നോക്കുന്നുള്ളൂ, അല്ലേ? അവിടെ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെ ആ പ്രാഗൽഭ്യം മതി. ആ ബന്ധവുമായിട്ടാണ് എൻ്റെ ഐഡൻറ്റിറ്റി നിർവചിക്കപ്പെടുന്നത്. എത്ര അനുഗ്രഹീതമായ ഒരു സത്യം
അല്ലേ? അതുകൊണ്ടാണ് യോഹന്നാൻ 1 പറഞ്ഞിരുന്നത്, കാൺമീൻ നാം ദൈവമക്കളൊന്ന് വിളിക്കപ്പെടുവത്തോളം പിതാവ് നമ്മെ, ഇതെത്ര വലിയ സ്നേഹമാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം ദൈവമകനാണ്, ദൈവ പൈതലാണെന്ന് പറയപ്പെടുന്നത് അത്ര വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ എന്തിൽ കാണുന്നു പ്രിയപ്പെട്ടവരെ? വളരെ വേഗത്തിൽ ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ എടുക്കാൻ പോവുകയാണ്. മത്തായി 18 തന്നെ അതിൻ്റെ 8ഉം 9ഉം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഈ ജീവൻ്റെ പാത, പിതാവിനെ അറിയുന്ന ജീവൻ്റെ പാത 8ലും 9ലും പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ എന്തു ചെയ്യണം? വെട്ടിക്കളയണം. നിത്യാഗ്നിയിൽ കയ്യും കാലുമായിട്ട് പോകുന്നതിനേക്കാളും നല്ലതാണ് അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചു നീങ്ങുന്ന ഈ വഴി, അല്ലേ, യേശു എന്ന വഴി എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നത്? ക്രൂശ് എടുക്കണം, വില കൊടുക്കണം. അല്ലാതെ ഇതുപോലൊരു പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് കുറേ വൈകാരിക അതല്ലല്ല, ഇതിന് വില കൊടുക്കണം, പാപത്തെ മുറിച്ച് കളയണം. സമയമെടുക്കുന്നില്ല. 2 കൊരിന്ത്യർ 6:14 മുതൽ 7:1 വരെയുള്ള വാക്യത്തിലും ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വേർപാട് കാത്തു സൂക്ഷിക്കണം. ക്രിസ്തുവും ബലിയാലും തമ്മിൽ എന്തു ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പഴയ നിയമത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇതൊക്കെ ചെയ്യുമെങ്കിൽ ഞാൻ അവന് ദൈവമായിട്ട്, പിതാവായിട്ടിരിക്കും, അവൻ എനിക്ക് പുത്രനായിട്ടിരിക്കും. എപ്പോൾ? വേർപാട് കാത്തു സൂക്ഷിക്കുമ്പോൾ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:15 മുതൽ 17 പറഞ്ഞിരിക്കുന്നത്, ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിൻ്റെ സ്നേഹമുള്ളവന് പിതാവിൻ്റെ സ്നേഹമില്ല. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിതാവിനോടൊരു സ്നേഹവുമില്ല. ലോകത്തിൽ നിന്ന് വിട്ടുമാറണം, ജഡത്തെ ക്രൂശീകരിക്കണം. ഈ പാതയിൽ മുന്നോട്ട് പോയി പിതാവിൻ്റെ സ്നേഹം ആഴമേറിയ രീതിയിൽ അനുഭവിച്ച് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ക്രൂശെടുക്കണം, ജഡത്തെ ക്രൂശിക്കണം, ലോകത്തെ പകയ്ക്കണം, വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് മത്തായി 7:13 14 കർത്താവ് പറഞ്ഞത്, ഇത് വളരെ കഠിനമായ പാതയാണ്. ഇടുങ്ങിയ വാതിൽ മാത്രമല്ല, പാത കഠിനമാണ്. ജീവനിലേക്കുള്ള പാത കഠിനമാണ്. അപ്പോൾ ജീവൻ എന്താണ്? ദൈവത്തെ അറിയുക. അപ്പം അറിയണമെങ്കിൽ വില കൊടുക്കണം, ക്രൂശെടുക്കണം. അതുകൊണ്ടാണ് അനേകർക്കും ഇത് അനുഭവത്തിൽ വെളിപ്പെടാത്തത്, അല്ലാതെ ഉപദേശം അറിയാത്തത് കൊണ്ടല്ല, യോഹന്നാൻ 17:23 വായിക്കാത്തത് കൊണ്ടല്ല, ഇതൊന്നും അനുഭവത്തിൽ വരാത്തതിൻ്റെ കാരണം ക്രൂശെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രതിബദ്ധതയും സ്നേഹത്തിനും ഒന്നും മാറ്റം വരുന്നില്ല. നമ്മൾ ക്രൂശെടുത്ത് അത് നേടുകയല്ല, അങ്ങനെ ആരും ചിന്തിക്കരുത്, പ്രവൃത്തി കൊണ്ട് നേടുകയല്ല. കൃപയാൽ അതൊക്കെ നിങ്ങളുടേതാണേലും അനുഭവത്തിൽ നിങ്ങൾക്കത് അറിയണമെങ്കിൽ ക്രൂശെടുക്കണം. യു ഹാവ് ടു ടേക്ക് അപ്പ് ദ ക്രോസ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. സമയം കടന്നു പോകുന്നു വളരെ വേഗത്തിൽ. 3 പ്രയാസങ്ങൾ യൗവനക്കാർ, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആർക്കായാലും 3 നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന 3. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വിഷാദം. പിന്നൊന്ന് ഈ പ്രത്യേകിച്ച് യൗവനക്കാരുടെ ഇടയിൽ പറയുന്നതാണ് വിഷാദം. രണ്ടാമത്തേത് ഒറ്റപ്പെടൽ, ലോൺലിനെസ്. മൂന്നാമത്തേത് ആങ്സൈറ്റി റിഗാർഡിങ് ഫ്യൂച്ചർ, ഭാവിയെ സംബന്ധിച്ചുള്ള വല്ലാത്ത ആകുല ചിന്തകൾ. ഈ 3 വിഷയവും നമ്മളിപ്പോൾ ധ്യാനിക്കുന്ന പിതാവിൻ്റെ സ്നേഹവുമായിട്ട് ചേർത്ത് പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കർത്താവിൻ്റെ ഉദാഹരണം, മാതൃക കാണിച്ചുകൊണ്ട് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമയമെടുക്കുന്നില്ല വചനങ്ങൾ വായിക്കാൻ, കാരണം സമയം ഏതാണ്ട് കടന്നുപോയി. ഒന്നാമതായിട്ട് ഈ വിഷാദം അല്ലെങ്കിൽ ഹൃദയം കലങ്ങി മറിയുക എന്നൊക്കെ പറയും. യോഹന്നാൻ്റെ സുവിശേഷം 12:27 മുതൽ 28 വാക്യങ്ങളിൽ അവിടെ കർത്താവ് പറയുന്നുണ്ട്. അത് മലയാളം ബൈബിൾ തർജ്ജിമ ചെയ്തിരിക്കുന്നതിനോട് എനിക്ക് ഇച്ചിരി വിയോജിപ്പുണ്ട്, അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കർത്താവ് പറയുകയാണ്, എൻ്റെ ക്രൂശിൻ്റെ ആ അവസ്ഥയുടെ സമയം വന്നിരിക്കുന്നു, എൻ്റെ ഹൃദയം കലങ്ങി മറിയുന്നു. ആ ക്രൂശിൽ താൻ കടന്നു പോകേണ്ടതായിട്ടുള്ള, അത് ശാരീരികമായ വേദനയല്ല, പിതാവിൻ്റെ ക്രോധം, നമ്മളോടുള്ള പാപത്തിൻ്റെ മഹാക്രോധം അവൻ പകരക്കാരനായിട്ട് സഹിക്കണം. തൻ്റെ പിതാവിൻ്റെ ക്രോധം, അത് വളരെ ഭയാനകമാണ്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയം കലങ്ങി മറിയുന്നു, ഞാൻ എന്തോ പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ അങ്ങ് വിടുവിക്കണേ. നമ്മളൊക്കെ അങ്ങനെ അല്ലേ? പ്രയാസങ്ങളും കഷ്ടത്തിലും വരുമ്പോൾ കർത്താവേ ഇതിൽ നിന്ന് അങ്ങ് വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷെ കർത്താവ് ചോദിക്കും, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണമോ? Should I pray, Father, save me from this hour? No, because for the same hour I came. ഞാൻ വന്നത് തന്നെ ഈ നാഴികയ്ക്ക് വേണ്ടിയിട്ടാണ്. പിതാവേ, നിൻ്റെ നാമം മഹത്വപ്പെടണമേ. എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ ഹൃദയം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും യേശുക്രിസ്തുവിൻ്റെ ഹൃദയം എങ്ങനെയുള്ളൊരു ഹൃദയമാണ്.
എൻ്റെ പിതാവ് മഹത്വപ്പെടുമെങ്കിൽ ഏത് ക്രൂശും എടുക്കുവാൻ ഞാൻ സന്നദ്ധനാണ്. എൻ്റെ പിതാവ് മഹത്വപ്പെടുമെങ്കിൽ. പിതാവിനോടുള്ള സ്നേഹം കണ്ടോ? ഏത് ക്രൂശും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ പിതാവ് മഹത്വപ്പെടുമെങ്കിൽ. അതുതന്നെ ആയിരിക്കണം ഒരു ശിഷ്യൻ്റെ ഹൃദയത്തിലെ നിലവിളി. കർത്താവ്, ഏത് കഷ്ടതയും സഹിക്കാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ പിതാവ് മഹത്വപ്പെടുമെങ്കിൽ, മഹത്വപ്പെടുമെങ്കിൽ. അപ്പോൾ പിതാവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലൂടെയാണ് നമ്മൾ ഹൃദയം കലങ്ങി മറിയുന്ന അവസ്ഥകളൊക്കെ അതിജീവിക്കേണ്ടത്. അങ്ങനെ പിതാവിനോട് സ്നേഹം വേണമെങ്കിൽ പിതാവിൻ്റെ സ്നേഹം അത്ര ആഴത്തിൽ അനുഭവിച്ചവരായിരിക്കണം. അതിനോട് ചേർന്ന് ഈ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. യോഹന്നാൻ 6:66 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് തൻ്റെ ഉപദേശമൊക്കെ, എന്നെ നിങ്ങൾ ഭക്ഷിച്ചാലേ, എന്നെ നിങ്ങൾ പാനം ചെയ്താലേ നിങ്ങൾക്ക് രക്ഷ വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്നു മുതൽ യേശുവിൻ്റെ ശിഷ്യന്മാർ, പുരുഷാരമല്ല ശിഷ്യന്മാരിൽ അനേകം പേർ കർത്താവിനോട് കൂടെ നടക്കുന്നത് നിർത്തി. പുരുഷാരമല്ല, അത്ഭുതവും അടയാളവും കണ്ടുവന്ന രക്ഷിക്കപ്പെടാത്ത പുരുഷാരമല്ല, ശിഷ്യന്മാർ കർത്താവിനെ തള്ളി. ഇതൊക്കെ ഭയങ്കര കഠിനമായ ഉപദേശമാണെന്ന് പറഞ്ഞ് കളഞ്ഞേച്ചു പോയി. അപ്പോൾ കർത്താവിൻ്റെ പ്രതികരണം ഈ ബാക്കി 12 പേരോട്, നിങ്ങൾ പോവരുതേ, ഞാൻ ഒറ്റപ്പെട്ടു പോകും, എനിക്ക് ആരെങ്കിലും വേണമല്ലോ എൻ്റെ സഭയിൽ, നിങ്ങളും കൂടെ അങ്ങ് പോയാൽ പിന്നെ ഞാൻ ആടില്ലാത്ത സഭയുടെ പാസ്റ്ററായി പോകും എന്ന് പറഞ്ഞില്ല കർത്താവ്. കർത്താവ് എന്തോ ചോദിച്ചേ, നിങ്ങൾക്കും പോണോ? ആ പ്രാഗൽഭ്യം കണ്ടോ? ഞാൻ ഒറ്റപ്പെടും എന്നുള്ളൊരു ഭയമൊന്നും കർത്താവിനില്ല. അതുകൊണ്ടാണ് താൻ യോഹന്നാൻ 16:32 പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഏകനല്ല, എൻ്റെ പിതാവിനോട് കൂടെയുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. യോഹന്നാൻ 16:32, ഞാൻ ഒരിക്കലും ഏകനല്ല, എൻ്റെ പിതാവിനോട് കൂടെയുണ്ട്. അത് യോഹന്നാൻ 8:29 അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ പിതാവിനെ പ്രസാദിപ്പിച്ച് നടക്കുന്നത് കൊണ്ട്, അവൻ്റെ പ്രീതി സമ്പാദിച്ച് അനുസരണത്തിൽ നടക്കുന്നത് കൊണ്ട് അവൻ എന്നോട് എപ്പോഴുമുണ്ട്. പിതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇനി പത്രോസും പോയാലും ആര് പോയാലും ഞാൻ ഏകനല്ല. അപ്പോൾ ഈ ലോൺലിനെസ്, ഏകാന്തതയൊക്കെ അനുഭവിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ അതും പറഞ്ഞ് മനുഷ്യരോട് കയ്പും വെച്ച്, അവരാരും എൻ്റെ കൂടെ വന്നില്ല, അവരാരും എന്നെ സഹായിച്ചില്ല എന്ന് കയ്പ് പൂണ്ടവരാകാതെ പിതാവിൻ്റെ സ്നേഹത്തിൽ ആനന്ദിക്കാൻ പഠിക്കുക. ഇത് രക്ഷിക്കപ്പെട്ട് ഈ കഴിഞ്ഞ 21 വർഷം ഏറ്റവും കൂടുതൽ ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ അനുഭവിച്ച ഒരു വ്യക്തി പറയുകയാണ്. ഇത് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന എല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അതിനൊന്നും സമയമെടുക്കുന്നില്ല ഏത് അനുഭവത്തിൽ നിന്നതൊക്കെ പഠിച്ചെന്ന് പറയുവാൻ. ഇതൊന്നും സെമിനാരി പോയപ്പോൾ ഞാൻ പഠിച്ചതല്ല. സെമിനാരിയിൽ തിയോളജി അവർ പഠിപ്പിച്ചുള്ളൂ, ഇതൊന്നും പഠിപ്പിച്ചില്ല. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ ഒറ്റപ്പെടലുകളിൽ നിന്ന്, എന്നെ ആളുകൾ തള്ളിപ്പറഞ്ഞപ്പോഴും, എനിക്ക് കൂട്ടായ്മ ആചരിക്കാൻ ഒരു വ്യക്തിയും ഇല്ലായിരുന്നപ്പോഴും, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഒരൊറ്റ മലയാളി പോലും കൂടെ ഇല്ലാതെ വെള്ളക്കാരുടെ കിടന്ന ആളാണ്. അപ്പോഴൊക്കെ ഞാൻ പഠിച്ച പാഠങ്ങളാണ്. ദൈവം മതി, പിതാവിൻ്റെ സ്നേഹം മതി. അതെങ്ങനെ കിട്ടും? അനുസരണത്തിൽ നടന്നു കഴിഞ്ഞാൽ. ഇനി അവസാനമായിട്ട് ഈ ആകുല ചിന്ത, ആങ്സൈറ്റിയെക്കുറിച്ച് പറയട്ടെ. അത് കർത്താവിന് ഒരിക്കൽ പോലും വന്നിട്ടില്ല, പക്ഷേ കർത്താവ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. മത്തായി 6:25-34 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ നാളെ എന്ത് കഴിക്കും, എന്ത് ഉടുക്കും എന്നൊന്നും നിങ്ങൾ ആകുല ചിന്ത ഉള്ളവരാകരുത്. കാരണം നിങ്ങളുടെ പിതാവിന് ഇതെല്ലാം അറിയാം. പിതാവിനെ അറിയുമെങ്കിൽ ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത്. ഇതൊക്കെ ജാതീയർ ചിന്തിക്കട്ടെ. വയറ്റിപ്പിഴപ്പിനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കേണ്ടവരല്ല ക്രിസ്തു ശിഷ്യന്മാർ. സങ്കടകരമായ കാര്യം ഇതാണ് പല കൺവെൻഷനുകളിലും പ്രസംഗിക്കുന്നത്. വയറ്റിപ്പഴപ്പായിട്ടും നിങ്ങളുടെ കടഭാരം മാറും, നിങ്ങളുടെ രോഗം മാറും. ഇതിനൊക്കെ വേണ്ടി വെച്ചിരിക്കുകയാണ് ദൈവം, അല്ലേ? വീട്ടിൽ പുല്ല് വെട്ടാൻ ഒരാൾ വരുന്നത് പോലെ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ദൈവം. അല്ല, ഒരു ബന്ധവും ഇല്ല ദൈവമായിട്ട്, വ്യക്തിപരമായ ഒരു ബന്ധവുമില്ല. ദൈവം ഒരു ജോലിക്കാരൻ, അതല്ല ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഈ ദൈവം എന്ന് വിളിക്കുന്ന ദൈവം സ്വർഗസ്ഥനായ പിതാവാണ്. അവനെല്ലാം അറിയാം, അവൻ നിങ്ങളെ നയിക്കും. 7:11 അത് തന്നെയാണ് പറയുന്നത്. മത്തായി 11:27-30 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 28 മുതലുള്ള വാക്യം നമുക്ക് വളരെ പരിചിതമാണ്, അല്ലേ? കം അൺടു മീ ഓൾ ഹു ലേബർ ആൻഡ് ആർ ഹെവി ലേഡൻ. അധ്വാനം ചെയ്യുന്നവരും, അല്ലേ, ഭാരം ചുമന്നവരും എൻ്റെ അടുക്കൽ വരെ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. എന്താ ഈ ആശ്വാസം? അതതിൻ്റെ 27 വാക്യം വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, പുത്രനല്ലാതെ പിതാവിനെ ആർക്കും അറിഞ്ഞുകൂടാ. പുത്രൻ ഇഷ്ടമുള്ളവനോട് പിതാവിനെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യമാണ് എൻ്റെ അടുക്കൽ വരിക.
അപ്പോൾ എന്താണ് ഈ ആശ്വാസം? എന്താണ് ഈ വിശ്രമം? ഭാരം ചുമക്കുന്നവരും കഷ്ടപ്പെടുന്നവരും ഒക്കെ കടന്നു വന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ട ആശ്വാസം എന്തുവാ? പുത്രനു മാത്രം വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്ന പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ഈ പിതാവിൻ്റെ സ്നേഹമാണ് നമ്മുടെ വിശ്രമം. അത് 27-ാം വാക്യം കൂടെ ചേർന്ന് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പിതാവിൻ്റെ സ്നേഹം നമ്മൾ അറിയണം. അതാണ് നമ്മുടെ ശരിയായിട്ടുള്ള വിശ്രമം. അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ഒന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് കർത്താവിൻ്റെ, പ്രത്യേകിച്ച് പിതാവിൻ്റെ സ്നേഹം വ്യക്തിപരമായി അറിയാമോ? നിങ്ങൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എവിടെയാണ് കാണുന്നത്? നിങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ദുഃഖം വരുമോ? അന്നത്തെ അവിടെ പോയോ നിങ്ങളുടെ സമാധാനവും സന്തോഷമൊക്കെ? നിങ്ങൾക്ക് അരിക്ഷിതാവസ്ഥകളുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ? നിങ്ങൾ വിഷാദവും ഏകാന്തതയും ഈ പറഞ്ഞ ജീവിതത്തിൻ്റെ വ്യാകുലതകളുമൊക്കെ എങ്ങനെയാണ് സാധാരണ രീതിയിൽ അതിജീവിക്കുന്നത്? പിതാവ്, എൻ്റെ ദൈവം എൻ്റെ പിതാവാണ്, അവൻ്റെ സ്നേഹം മതി എന്ന് പറഞ്ഞ് അതിൽ പ്രാഗൽഭ്യം കണ്ടെത്തിയാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ വ്യക്തിപരമായി അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാൾ സഭയിലിരുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആത്മീയമായിട്ട് അനാഥനാണ്. പിതാവിനെക്കുറിച്ച് കേട്ടുകേൾവിയേ ഉള്ളൂ, അനാഥനാണ്. അനാഥന്മാരെങ്ങനെ പെരുമാറും? എപ്പോഴും അവർക്ക് ടെൻഷനാണ്, ആങ്സൈറ്റിയാണ്. ആരും ചോദിക്കാനും പറയാനുമില്ല. ആരും ചോദിക്കാനും ഇല്ലാത്തവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. അയ്യോ ഇവരെന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ എന്നിങ്ങനെ ഭയത്തിൽ നടക്കുകയാണ്. എന്നാൽ പിതാവുണ്ടെന്ന് അറിയുന്ന ഒരു പുത്രന് ആരെന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ പിതാവിൻ്റെ കൂടെ ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയുടെ സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പിതാവിനെ അറിയാമോ പ്രിയപ്പെട്ടവരെ? പിതാവിനെ അറിയാമോ നിങ്ങൾക്ക്? അവസാനമായിട്ട് യോഹന്നാൻ 17:26 ഞാനൊന്ന് വായിച്ചുകൊള്ളട്ടെ. അവസാനമായിട്ട് യോഹന്നാൻ 17 പ്രാർത്ഥനയുടെ അവസാനം കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ നാമം എൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ ദൈവമല്ല, പിതാവ്. ഇനിയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അങ്ങനെ ഞാൻ വെളിപ്പെടുത്തുമ്പോൾ നിനക്ക് എന്നോടുള്ള സ്നേഹം അവരുടെ മേലിരിക്കും. കണ്ടോ? പിതാവ് യേശുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അനുഭവിച്ചറിയണമെങ്കിൽ പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാട് പുത്രൻ നൽകിക്കൊണ്ടിരിക്കണം. ഇതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ തൃത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത്, അല്ലാതെ തിയോളജി അടിക്കാനല്ല. തൃത്വം പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പുത്രനുണ്ട്, ഒരു പിതാവുണ്ട്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെയാണ് നിങ്ങളെയും എന്നെയും ക്രിസ്തുയേശുവിൽ പിതാവ് സ്നേഹിക്കണമെന്ന് പറയണമെങ്കിൽ തൃത്വം വെളിപ്പെടുത്തണം ആദ്യം. അതുകൊണ്ടാണ് തൃത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ. ദൈവസ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും നാം മനസ്സിലാക്കി അടിയുറച്ച് വിശ്വസിച്ച് വ്യാകുല ചിന്തകളൊന്നുമില്ലാതെ ദൈവീക സമാധാനത്തോടെ നാം ജീവിക്കണം. അങ്ങനെ നാം ജീവിക്കുമ്പോൾ ലോകം ചോദിക്കും, എങ്ങനെ പറ്റും ഇങ്ങനെ ജീവിക്കാൻ? അപ്പോൾ ലോകമറിയും. വേറെ ഒരുപാട് വാക്യങ്ങളുണ്ടായിരുന്നു, എല്ലാം എടുക്കാൻ സമയമില്ല. എനിക്ക് അവസാനമായി പറഞ്ഞു നിർത്തുവാനുള്ളത്, പിതാവിൻ്റെ വെളിപ്പാട് കാംക്ഷിക്കുക. എനിക്ക് ഈ പിതാവിൻ്റെ സ്നേഹം ഇങ്ങനെ പ്രസംഗിച്ച് കേൾക്കുമ്പോൾ കൊള്ളാം, നല്ല ഭംഗിയുണ്ട് ഈ ജീവിതം, എനിക്കിത് അനുഭവിക്കണം എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. അനുഭവിച്ച് ആ സ്നേഹത്തിൽ വിശ്രമിച്ച് അടങ്ങിയിരുന്നു കൊണ്ട് ജീവിതം വളരെ ധന്യമായിട്ട് ജീവിക്കുവാൻ നാം ഏവരെയും ദൈവം സഹായിക്കട്ടെ. അതിന് ഒന്നാമതായിട്ട് ആദ്യം പറഞ്ഞതുപോലെ മാനസാന്തരത്തോടു കൂടെയുള്ള വിശ്വാസം വേണം. എന്താ നമ്മൾ മാനസാന്തരപ്പെടേണ്ടത്? കർത്താവെ, ഞാൻ ഈ ലോകത്തിലെ പല മാനദണ്ഡങ്ങളിലും എൻ്റെ വ്യക്തിത്വം കണ്ടുപിടിക്കാൻ പോയി. ഞാനൊരു അനാഥനാണെന്ന് വിചാരിച്ച് പണത്തിലും മനുഷ്യരുടെ ബഹുമാനത്തിലും പഠനത്തിലും എൻ്റെ കുടുംബ മഹിമയിലും ഒക്കെ ഞാൻ ആരാണെന്നുള്ള ഉത്തരം കണ്ടെത്താൻ പോയി. എന്നോട് ക്ഷമിക്കണമേ. നിൻ്റെ സ്നേഹം, ആ ബന്ധത്തിലൂടെ എനിക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റി, ആ വ്യക്തിത്വം മതി. അതിൽ ഞാൻ അടിയുറച്ചിരിക്കാം. എല്ലാ മത്സരബുദ്ധിയും ഞാൻ ഇന്നത്തോടെ നിർത്തുന്നു. കാരണം എന്നെ പൂർണ്ണമായിട്ട് യേശുക്രിസ്തുവിനോളം പിതാവ് സ്നേഹിക്കുകയാണ്. പിന്നെ ഇനി വേറെന്തോന്ന് നേടിയിട്ട് എന്തോ നാമം കിട്ടാനാണ് എനിക്ക്, അല്ലേ? വേറെ എന്ത് പ്രവൃത്തി ചെയ്ത് എന്ത് പേര് സമ്പാദിക്കാനാണ്? ഏറ്റവും വലിയ സ്ഥാനവും പദവിയും എനിക്ക് ഈ ബന്ധത്തിലൂടെ ലഭിച്ചു കഴിഞ്ഞു. ഇനി ആരുമായിട്ടും മത്സരമില്ല. എത്ര ധന്യമായൊരു ജീവിതം എന്നറിയോ? മത്സരമൊക്കെ തീർന്നു.
ഇനി ആരുമായിട്ട് മത്സരബുദ്ധിയില്ല, അവരും നന്നാവട്ടെ, എല്ലാവരോടും സ്നേഹത്തിൽ ജീവിക്കുവാൻ കഴിയും. അപ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ദൈവപിതാവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ, അല്ലാതെ പിതാവുണ്ടെന്ന് ചുമ്മാ അറിഞ്ഞാൽ പോരാ, പറഞ്ഞാൽ പോരാ, ഉപദേശമല്ല, വ്യക്തിപരമായി അറിഞ്ഞു ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഈ വചനധ്യാനം അവസാനിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ്. യോഗം അവസാനിക്കുകയല്ല, ഈ വചനധ്യാനം ഒന്ന് അവസാനിപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവമേ, ദൈവമേ, നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിപ്പാൻ വാക്കുകൾ പോരാ കർത്താവേ. എനിക്ക് കഴിയാവുന്നത്ര രീതിയിൽ അല്പമായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു. കർത്താവേ, നിൻ്റെ ജനത്തോട് വളരെ ഹൃദ്യമായി, വളരെ പ്രായോഗിക തലത്തിൽ അവർക്ക് ആവശ്യമായ രീതിയിൽ നിൻ്റെ ആത്മാവ് ഈ സത്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ച് കർത്താവേ ഞങ്ങളുടെ അനാഥത്വം മാറ്റുവാൻ ശ്രമിച്ചു. നിൻ്റെ സ്നേഹത്തിൽ അടിയുറച്ചിരിക്കുവാൻ, വിശ്രമിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. യേശുക്രിസ്തു ഞങ്ങൾക്ക് പിതാവിൻ്റെ നാമം വീണ്ടും വീണ്ടും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ ആ വാക്തത്വം കർത്താവ് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇനിയും പിതാവിനെ വെളിപ്പെടുത്തി തന്നാലും, നിത്യജീവനിൽ വളരുവാൻ പിതാവിനെ ഇനിയും വെളിപ്പെടുത്തി തന്നാലും, ക്രൂശെടുത്തുകൊണ്ട് നിൻ്റെ പാതയിൽ നടന്ന് കർത്താവെ ദൈവപിതാവിൻ്റെ സ്നേഹം കൂടുതൽ അറിയുവാൻ, ഈ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ നീ എല്ലാവരെയും കർത്താവെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തോത്രം. സർവ്വതും യേശു മശിഹായുടെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, ആമേൻ. ആശീർവാദം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. അനുഗ്രഹത്തോ